ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഈസ് മിക്കി മാക്. SSC കേരള ഹെൽപ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെൻറ്റൻസ് സ്ട്രക്ചറാണ്. നമുക്കറിയാം SSCയുടെ പുതിയ പാറ്റേൺ അനുസരിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. മുമ്പ് SSC കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സാംസ്, അതായത് TCS ഉള്ള സമയത്ത് നടത്തിയിട്ടുള്ള എക്സാംസിൽ ചോദിക്കാത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് സെൻറ്റൻസ് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് സിമ്പിൾ സെൻറ്റൻസ്, അല്ലെങ്കിൽ എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് ഈ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തന്നെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസുകളുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 1 സിമ്പിൾ സെൻറ്റൻസ് ആണ്, 2 കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്, 3 കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. നമുക്കിവിടെ ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ ഈ 4 എണ്ണത്തിൽ ഏതാണ് ആ സെൻറ്റൻസ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കൊന്നെങ്കിൽ ഇതിൻ്റെ ഗ്രാമർ തപ്പിപ്പോയി ആ രീതിയിൽ വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കും സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞാൽ. പക്ഷെ നമുക്കറിയാം ഇംഗ്ലീഷിൽ ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാമർ മാത്രം പ്രോപ്പറായിട്ട് നോക്കി പോവുകയാണെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഹിന്ദിയിലൊക്കെയുള്ള വീഡിയോസിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് വെച്ച് നോക്കാം, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് വെച്ച് കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുന്നത്. നമ്മളിവിടെ ചെയ്യുന്നൊരു കാര്യം, എങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ SSCയുടെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇവിടെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, നമുക്ക് വേഗം തന്നെ അടുത്ത ഫസ്റ്റ് ടോപ്പിക്, അതായത് സിമ്പിൾ സെൻറ്റൻസ് എന്താണെന്നതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ സെൻറ്റൻസ്. വാട്ട് ഈസ് എ സിമ്പിൾ സെൻറ്റൻസ്? എന്താണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, സിമ്പിൾ സെൻറ്റൻസിൽ എപ്പോഴും ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മാത്രമേ സിമ്പിൾ സെൻറ്റൻസിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ചോദിക്കാം, എന്താണ് ക്ലോസ് എന്ന് പറഞ്ഞാൽ? ക്ലോസ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകുള്ളൂ. ഓക്കെ, ഒരുപാട് പേർക്ക് അറിയാം ക്ലോസ് എന്താണെന്നുള്ളത്. എങ്കിലും ഞാൻ പറയാം, ഒരു സബ്ജക്റ്റ് പ്ലസ് ഒരു വെർബ്, ഒരു സബ്ജക്റ്റും ഒരു വെർബുമുള്ള ഒരു സെൻറ്റൻസിൻ്റെ പാർട്ട് നമുക്ക് എന്ത് പറയാം? ക്ലോസ് എന്ന് പറയാം. അവിടെ നിർബന്ധമായിട്ട് എന്തുണ്ടായിരിക്കണം? ഒരു സബ്ജക്റ്റും വെർബും ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസുകളെ നമുക്ക് എന്ത് പറയാം? ഒരു ക്ലോസ് ആണെന്ന് പറയാം. അപ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ, മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതാണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അവിടെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് കണ്ടെയ്ൻസ് 1 സബ്ജക്റ്റ് ആൻഡ് 1 പ്രെഡിക്കേറ്റ്. ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റ് മാത്രമേ സിമ്പിൾ സെൻറ്റൻസിൽ ഉണ്ടായിരിക്കുള്ളൂ. എന്താണ് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജോൺ വെൻറ്റ് ഹോം. ജോൺ വെൻറ്റ് ഹോം എന്ന് പറയുമ്പോൾ ഇവിടെ ജോൺ എന്ന് പറയുന്ന സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ആണ് വെൻറ്റ് ഹോം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും മാത്രമുള്ള ഒരു സബ്ജക്റ്റും ആ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന വെർബും ഒബ്ജക്റ്റും, ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റ് മാത്രമുള്ള സെൻറ്റൻസുകൾ നമ്മൾ എന്ത് പറയും? സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയും. അതുപോലെ മൂന്നാമത്തെ ഒരു പോയിന്റ് പറയാണ്, എക്സ്പ്രസ് 1 കംപ്ലീറ്റ് ഐഡിയ. ഒരു കംപ്ലീറ്റ് ഐഡിയ തരുന്ന സെൻറ്റൻസുകളെയും നമ്മൾ എന്ത് പറയും? സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ ഡെഫിനേഷൻ. അതായത് ജോൺ വെൻറ്റ് ഹോം എന്ന് പറഞ്ഞാൽ നമുക്കത് ജോൺ വീട്ടിലേക്ക് പോയി. അപ്പോൾ നമുക്ക് മൊത്തം അതിൻ്റെ ഐഡിയ മൊത്തം നമുക്ക് കിട്ടി. എന്താണ് അവിടെ ജോൺ ചെയ്തിട്ടുള്ളത്? ജോൺ വീട്ടിലേക്ക് പോയി. അവിടെ വെർബ് ഉണ്ട്, അവിടെ ഒബ്ജക്റ്റ് ഉണ്ട്, കംപ്ലീറ്റ് മീനിങ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റ് 4 ഓർത്ത് വയ്ക്കുക. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിരിക്കും, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റ് ഒരു പ്രെഡിക്കേറ്റ് ആയിരിക്കും, ഒരു കംപ്ലീറ്റ് ഐഡിയ ആയിരിക്കും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, എക്സാമ്പിൾസ് പറയാണ്, ഷീ റീഡ്സ് എവറി ഡേ. അവൾ എല്ലാ ദിവസവും വായിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കംപ്ലീറ്റ് ഐഡിയ ആണ്. അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത് ദ ഡോഗ് ബാർക്ക് ലൗഡ്ലി, ഐ എൻജോയ്ഡ് മ്യൂസിക്. ഇവിടെ ഒന്നും എന്താണ് ഒരു ഡിപ്പെൻഡൻസിയോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഒരു കംപ്ലീറ്റ് ഐഡിയ തരുന്ന ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുക? സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുക. ഇവിടെ ഒരു പോയിന്റ് പറയുന്നത്, even if it has a long subject or verb phrase, it's still simple as long as there is only 1 clause. അപ്പോൾ വലിയ സെൻറ്റൻസുകളാണെങ്കിലും വലിയ സബ്ജക്റ്റോ അല്ലെങ്കിൽ വെർബ് ഫ്രേസോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും, എത്ര വലുതാണെങ്കിലും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരു ക്ലോസ് മാത്രമേ ഉള്ളെങ്കിൽ, ഒരു സബ്ജക്റ്റ് പ്ലസ് വെർബ് മാത്രമേ ഉള്ളെങ്കിൽ, ഒരു സബ്ജക്റ്റ് വെർബ് മാത്രമേ ഉള്ളെങ്കിൽ അവിടെ നമ്മൾ അതിനെ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിമ്പിൾ സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റും വെർബും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. നമ്മൾ അടുത്തത് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. രണ്ടാമത് കോമ്പൗണ്ട് സെൻറ്റൻസ്. എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ്? നമ്മൾ ഹാസ് 2 or more ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്.
നേരത്തെ പറഞ്ഞു ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണെങ്കിൽ അത് സിമ്പിളാണ്. കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ പറയുന്നത് രണ്ടോ രണ്ടിലധികമോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും നമ്മൾ? കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയും. നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ഇതാണ് നമ്മൾ എക്സാമിന് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ക്ലോസസ് ആർ ജോയിൻഡ് ബൈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് കണക്ട് ചെയ്യുന്ന ക്ലോസസ് ആയിരിക്കും ആരുടെ? കോമ്പൗണ്ട് സെൻറ്റൻസുകൾ. ആ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് ഫോർ ആണ്, രണ്ടാമത്തെ ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ. ഓക്കെ, അതായത് ഫാൻ ബോയ്സ് നമുക്കതിനെ ചുരുക്കി പറയാം. ഓക്കെ, ഈ 7 കോർഡിനേറ്റിംഗ് കൺജങ്ഷനെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, കോമ്പൗണ്ട് സെൻറ്റൻസുകളാണെങ്കിൽ 2 അല്ലെങ്കിൽ അതിലധികം ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ഉണ്ടായിരിക്കും. ആ ക്ലോസസിനെ കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ആരൊക്കെയാണ്? ഫാൻ ബോയ്സ്. നോക്കി വയ്ക്കുക, ഫാൻ ബോയ്സ് എന്ന് മാത്രം പഠിച്ചു വെക്കരുത്, അതെന്താണെന്നും കൂടിയും ഓർത്ത് വെക്കണം. എഫ് എന്ന് പറഞ്ഞാൽ 4 ആണ്, എ ഫോർ ആൻഡ് ആണ്, എൻ ഫോർ നോർ ആണ്, ബി ഫോർ ബട്ട് ആണ്, ബിക്കോസ് അല്ല. ഒരുപാട് കൺഫ്യൂഷനായിട്ട് നമുക്ക് വരുന്ന കാര്യമാണ്. ബി ഫോർ ബട്ട് ആണ്, ഓ ഫോർ ഓർ ആണ്, വൈ ഫോർ യെറ്റ് ആണ്, എസ് ഫോർ സോ ആണ്. സോ അപ്പോൾ മൂന്നാമത്തെ ഒരു പോയിന്റ് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സെമി കോളൻ ആയിരിക്കും. അതായത് ക്ലോസസിനെ കണക്ട് ചെയ്യാനായിട്ട്, ജോയിൻ ചെയ്യാനായിട്ട് സെമി കോളൻ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് എന്ത് പറയാം? അത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണെന്ന് പറയാം. 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ പോയിന്റ് നോക്കുന്നതാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയിട്ടുള്ള ഫാൻ ബോയ്സ് കണക്ട് ചെയ്യുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ എന്താണ്? സെമി കോളൻ ആണെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? അതിനെ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയും. ഇവിടെ പറയുന്നൊരു പോയിന്റ്, ഈച്ച് പാർട്ട് ക്യാൻ സ്റ്റാൻഡ് അലോൺ ആസ് എ സെൻറ്റൻസ്. നമ്മളൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ 2 പാർട്ടിനും ഒരു സെൻറ്റൻസ് ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ടും മീനിങ് തരാനായിട്ടും സാധിക്കും. അതുകൊണ്ടാണ് അവരെ കോമ്പൗണ്ട് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫോർമുല പോലെ പറയാം, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും പ്ലസ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിലായിട്ടുള്ള ഫാൻ ബോയ്സും പ്ലസ് ഒരു അടുത്ത ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് വരാം. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഷീ ഫിനിഷ്ഡ് ഹെർ ഹോം വർക്ക് ആൻഡ് ഷീ വാച്ച് TV. ഷീ ഫിനിഷ്ഡ് ഹെർ ഹോം വർക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ് അല്ലേ. ഷീ ഫിനിഷ്ഡ് ഹെർ ഹോം വർക്ക് എന്ന് പറയുമ്പോൾ അതൊരു കംപ്ലീറ്റ് മീനിങ് ആണ്. അവിടെ വേറൊരു ചോദ്യമില്ല, അവിടെ വേറൊരു കണക്ഷൻ ഇല്ല, ഒന്നുമില്ല. അടുത്ത പാർട്ട് എന്താണ്? ഷീ വാച്ച്ഡ് TV എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ്. അവിടെ എന്താണ്? അവിടെ ഒരു കണക്ഷൻ വരുന്നില്ല, ഫുൾ കംപ്ലീറ്റ് മീനിങ് ആണ്. ഈ ആൻഡ് എന്ന് പറയുന്നത് ഫാൻ ബോയ്സിലെ എ ആണ്. അപ്പോൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വഴി നമ്മൾ 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുക. അപ്പോൾ ഈ സെൻറ്റൻസ് എന്താണ്? ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. ഓക്കെ, ഈ 2 സെൻറ്റൻസുകൾക്കും ഈ 2 ക്ലോസുകൾക്കും ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് വേറെ പറയുകയാണെങ്കിൽ, ഐ വാണ്ട് ടു ഗോ ഫോർ എ വാക്ക് ബട്ട് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഇവിടെ നോക്കുക, ഐ വാണ്ട് ടു ഗോ ഫോർ എ വാക്ക് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ഓക്കെ, അവിടെ എന്താണ്? ഈ 2 ക്ലോസുകളെ കണക്ട് ചെയ്തിട്ടുള്ളത് ഫാൻ ബോയ്സിലെ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയിട്ടുള്ള ബട്ട് ആണ്. ഫാൻ ബോയ്സിലെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയിട്ടുള്ള ബട്ട് വെച്ചിട്ടാണ് നമ്മൾ 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. അടുത്ത് നോക്കുക, ഷീ സ്റ്റഡീഡ് ഹാർഡ് ആൻഡ് ഷീ പാസ്ഡ് ദ എക്സാം. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ഷീ പാസ്ഡ് എക്സാം ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. 2 പേർക്കും തന്നെ നിൽക്കാനും അവർക്ക് മീനിങ് ഫുൾ ആയിട്ട് നിൽക്കാനും സാധിക്കും. ഈ 2 പേരെ ഒരു നമ്മൾ പറയില്ലേ ചെങ്ങല പോലെ കോർക്കുക എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരാളാണ് ആൻഡ്. അങ്ങനെ ആലോചിച്ചാൽ മതി. 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഫാൻ ബോയ്സിലെ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? കോമ്പൗണ്ട് സെൻറ്റൻസ് ആയിരിക്കും. അടുത്ത ഒരു എക്സാമ്പിൾ കൂടി നോക്കുക, ഹി വാസ് ടയേർഡ് സെമികോളൻ ഹി കണ്ടിന്യൂഡ് വർക്കിംഗ്. ഇതും എന്താണ്? ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെമികോളൻ വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിലും അവരെന്ത് പറയാം? നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് പറഞ്ഞു, കോമ്പൗണ്ട് സെൻറ്റൻസ് പറഞ്ഞു. അടുത്തതായിട്ടാണ് കോംപ്ലെക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആളാണ് ആര്? കോംപ്ലെക്സ് സെൻറ്റൻസ്. എന്താണ് കോംപ്ലെക്സ് സെൻറ്റൻസ്? കോംപ്ലെക്സ് സെൻറ്റൻസിന് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടായിരിക്കും. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടായിരിക്കും. കോംപ്ലെക്സ് സെൻറ്റൻസിന്
അറ്റ്ലീസ്റ്റ് വൺ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എങ്കിലും ഉണ്ടായിരിക്കും. അതായത് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഇല്ലാത്ത സെൻറ്റൻസുകളെ ഒരിക്കലും കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. ഡിപ്പെൻഡൻറ്റ് സെൻറ്റൻസ് ക്ലോസ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയാം. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഉള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക, കോംപ്ലക്സ് സെൻറ്റൻസ്. ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആവണമെന്നില്ല, മോർ ഉണ്ടായിരിക്കും, പക്ഷെ ഒരെണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഡിപ്പെൻഡൻറ്റ് ക്ലോസുകൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ വെച്ചിട്ടോ ഓൾദോ വെച്ചിട്ടോ ആസ്, ബിക്കോസ്, ബിഫോർ, ഈവൺ ഇഫ്, ഈവൺ ദോ, ഇഫ്, വൺസ്, സിൻസ്, ദോ, അൺലെസ്, അൺടിൽ, വെൻ, വൈൽ, ഹൂ, ഹൂം, വിച്ച്, ദാറ്റ്, നോ, എക്സെട്ര. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് അല്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിരിക്കും ആ ടൈപ്പ് ഓഫ് കൺജങ്ഷൻസ് ആയിരിക്കും എന്ത്, കോംപ്ലക്സിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇവർ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ടാണ് ഒരു സെൻറ്റൻസിൽ ഉണ്ടായിരിക്കുക. അതല്ലാതെ കണക്ഷൻ അല്ല. നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസ് പറഞ്ഞപ്പോൾ അതൊരു കണക്ഷൻ ആയിരുന്നു. ഇവർ കണക്ഷൻ അല്ല, ഇവരൊരു ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്ന വേർഡ്സ് ആണെന്ത്, ഈ കൺജങ്ഷൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പറയാണ് ദ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് കനോട്ട് സ്റ്റാൻഡ് അലോൺ. ഒരിക്കലും ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് തന്നെ നിന്നിട്ട് മീനിങ് ഫുൾ ആയിട്ടിരിക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫോർമുല പറയുകയാണെങ്കിൽ, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, ആദ്യം ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, പിന്നെ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് വരും. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് കഴിഞ്ഞിട്ട് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് വരാം, അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് ശേഷം ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് വരാം. ഓക്കെ, അത് അപ്പുറത്ത് എങ്ങനെ വന്നു കഴിഞ്ഞാലും അത് മീനിങ് ഫുള്ളാണ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിന് ശേഷം ഡിപ്പെൻഡൻറ്റ് വരാം, ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് ശേഷം ഇൻഡിപെൻഡൻറ്റ് വരാം. ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വേർഡ്സൊക്കെ എന്താണ്, ഡിപ്പെൻഡൻറ്റ് ക്ലോസിൻ്റെ ഭാഗമായിട്ട് വരുന്ന വേർഡ്സാണ്, കണക്ഷനായിട്ട് വരുന്നതാണെന്ന് മനസ്സിലായി. ഇത് ഞാൻ നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ, ഷീ സ്റ്റേഡ് ഹോം ബിക്കോസ് ഷീ വാസ് ടയേർഡ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് ഷീ സ്റ്റേഡ് ഹോം എന്നുള്ളതാണ്. ഷീ സ്റ്റേഡ് ഹോം എന്ന് പറഞ്ഞ ക്ലോസ് മീനിങ് ഫുള്ളാണ്. അതെന്താണ്, അത് ഇൻഡിപെൻഡൻ്റ് ആണ്, അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവിടെ സെക്കൻഡ് പാർട്ട് കണക്ഷൻ അല്ല. ബിക്കോസ് ഷീ വാസ് ടയേർഡ്, അവൾ ടയേർഡ് ആയതുകൊണ്ട് എന്ന് പറയുമ്പോൾ ബിക്കോസ് ഷീ വാസ് ടയേർഡ് എന്ന് മാത്രം പറഞ്ഞാൽ എന്തായിരിക്കും, അത് മീനിങ് ഫുൾ ആയിരിക്കില്ല. ഷീ വാസ് ടയേർഡ് എന്ന് മാത്രമായിരുന്നെങ്കിൽ അത് മീനിങ് ഫുൾ ആവുമായിരുന്നു. പക്ഷേ ബിക്കോസ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു കണക്ഷൻ സൂചിപ്പിക്കാനായിട്ടല്ല. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞ എന്താണ്, ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണെന്ന് കാണിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ഇത്ര ആലോചിച്ചാൽ മതി. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് അല്ലാത്ത കൺജങ്ഷൻസ് ഇവിടെ ഉണ്ടെങ്കിൽ അവരൊക്കെ എന്തായിരിക്കും, കോംപ്ലക്സ് ആയിരിക്കും എന്നുള്ളത് ആലോചിച്ച് വെച്ചാൽ മതി. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് സെമി കോളൻ ആയിരിക്കും, കോമ്പൗണ്ട് ആയിട്ടുണ്ടായിരിക്കുക. ഇവിടെ പറയുക ഷീ സ്റ്റേഡ് ഹോം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്, ബിക്കോസ് ഷീ വാസ് ടയേർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയണം, ഐ സ്റ്റേഡ് ഹോം ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. ഐ സ്റ്റേഡ് ഹോം ഇൻഡിപെൻഡൻ്റ് ആണ്, ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ഡിപ്പെൻഡൻ്റ് ആണ്. ബിക്കോസ് എന്ന് പറയുന്നത് ഫാൻ ബോയ്സിൽ വരുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് അല്ല. സോ നമുക്ക് ഈസി ആയിട്ട് അത് കിട്ടും. അടുത്തത് ഓൾദോ ഷീ വാസ് ടയേർഡ്. ഇത് ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം എന്താണ്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓൾദോ വെച്ചിട്ടാണ്. ഇതൊരു കണക്ഷൻ അല്ല, ഇതെന്താണ്, ഈ സെൻറ്റൻസിൻ്റെ ഭാഗമാണ്. നേരത്തെ പറഞ്ഞ ഫാൻ ബോയ്സ് കൺജങ്ഷൻ എന്തായിരുന്നു, അതൊരു കണക്ഷൻ ആയിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞ ചെങ്ങലയിൽ നമ്മൾ കോർക്കുന്ന പോലെയാണ്. ഇവിടെ പക്ഷെ എന്താണ്, ഓൾദോ ഷീ വാസ് ടയേർഡ്, അവൾ ടയേർഡ് ആയിരുന്നെങ്കിലും അവളുടെ വർക്ക് ചെയ്തു. അതായത് ഈ ഷീ ഫിനിഷ്ഡ് ഹെർ വർക്കിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, അതെങ്ങനെ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഓൾദോ ഷീ വാസ് ടയേർഡ്. അതുകൊണ്ടാണ് ഇത് ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. ഓക്കെ, നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനും കൂടിയും പറഞ്ഞു തരാണ്. ഹീ സ്മൈൽഡ് വെൻ ഹീ സോ ഹെർ. ഹീ സ്മൈൽഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. വെൻ ഹീ സോ ഹെർ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ആണ്. വെൻ ആണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ആൾ. ഓക്കെ, വെൻ ഫാൻ ബോയ്സിൽ വരുന്നതല്ല, അത്ര നോക്കിയാൽ മതി. ഓക്കെ, അടുത്താണ് കോമ്പൗണ്ട് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സിമ്പിൾ പറഞ്ഞു. സിമ്പിൾ എന്തായിരിക്കും, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. കോമ്പൗണ്ട് പറഞ്ഞു. കോമ്പൗണ്ടിൽ എന്താണ്, രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ ഫാൻ ബോയ്സ് വെച്ച് കണക്ട് ചെയ്യാണ്. കോംപ്ലക്സിൽ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഉണ്ടായിരിക്കും. കോമ്പൗണ്ട് കോംപ്ലക്സിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാസ് അറ്റ്ലീസ്റ്റ് 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ്. 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ പറയണം അറ്റ്ലീസ്റ്റ് 1 ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഉണ്ടായിരിക്കും. 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടാകും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ കോമ്പൗണ്ടിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, ഒരു ഇൻഡിപെൻഡൻറ്റും ഒരു ഡിപ്പെൻഡൻറ്റും ഉള്ളതാണ് എന്ത്, കോംപ്ലക്സ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്, അത് കോംപ്ലക്സുമായിട്ട് സൂചിപ്പിക്കുന്നത്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കോമ്പൗണ്ട് കോംപ്ലക്സ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ആയിരിക്കും. ഓക്കെ, കമ്പൈൻസ് കോമ്പൗണ്ട് പ്ലസ് കോംപ്ലക്സ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർമുല പോലെ പറയാം, ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, അതിനെ പ്ലസ് ഒരു ഫാൻ ബോയ്, അതായത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, പിന്നെ വീണ്ടും ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മുടെ കോമ്പൗണ്ട് കോംപ്ലക്സ്. വേണമെങ്കിൽ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിരിക്കും കേട്ടോ, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് പ്ലസ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് പ്ലസ് ഫാൻ ബോയ്സ് പ്ലസ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, അങ്ങനെ വന്നാലും കുഴപ്പമില്ല. ഈ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസുകളെ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്, കുറച്ചും കൂടി വലിയ സെൻറ്റൻസുകളായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ നമ്മൾ ആരും നോക്കുക, ഫാൻ ബോയ്സ് ഉണ്ടോ നോക്കുക, പ്ലസ് ഈ ഫാൻ ബോയ്സ് അല്ലാണ്ട് വരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓൾദോ, ഹൂ, വെൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കണക്ഷനെ സൂചിപ്പിക്കുന്ന കൺജങ്ഷൻസ് ഉണ്ടോ നോക്കുക. ഇവിടെ നോക്കുക, എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ബിക്കോസ് ഷീ വാസ് ടയേർഡ്. ബിക്കോസ് ഷീ വാസ് ടയേർഡ് എന്തായിരിക്കും, അത് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കാരണം ബിക്കോസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ്. ഷീ സ്റ്റേഡ് ഹോം, ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. ഷീ സ്റ്റേഡ് ഹോം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ ആൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഫാൻ ബോയ് അല്ലേ. ഫാൻ ബോയ്സിൽ വരുന്ന എ ആണ് ആൻഡ് എന്ന് പറയുന്നത്. ഷീ സ്ലെപ്റ്റ് ഏർലി എന്ന് പറയുന്നതും ഇൻഡിവിജ്വലി മീനിങ് ഉള്ളതാണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, നമ്മൾ നോക്കേണ്ട കാര്യം, ചോദ്യം എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ആൻഡ് കാണുമ്പോൾ ഉറപ്പിക്കുക കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ വലിയ സെൻറ്റൻസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ബിക്കോസ് എന്ന് പറയുന്ന ആളെ കാണുമ്പോൾ അവിടെ കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും എന്താണ്, മെർജിങ് ആണ്. അപ്പോൾ രണ്ടും ഉള്ളതാണ്, മെർജിങ് അല്ല, രണ്ടും ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അതിന് നമുക്ക് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസുകൾ എന്ന് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോമ്പൗണ്ട് കോംപ്ലക്സ് സിമ്പിൾ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എക്സാമിന് എങ്ങനെയാണ് നമ്മൾ റിയൽ ടൈം എക്സാമിന് ഇത് ചെയ്യേണ്ടതെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, കോമ്പൗണ്ട് കോംപ്ലക്സിൻ്റെ എക്സാമ്പിളും കൂടി പറയാം. ഓൾദോ ഇറ്റ് വാസ് റെയിനിങ്. ഓക്കെ, ഓൾദോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിപ്പെൻഡൻ്റ് ആണ്. ഐ വെൻറ്റ് ഔട്ട്സൈഡ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് ഫാൻ ബോയ്സിലെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്, വീണ്ടും ഇൻഡിപെൻഡൻ്റ് വന്നു, സോ കോമ്പൗണ്ട് കോംപ്ലക്സ് ആണ്. ഷീ ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്, ഇൻഡിപെൻഡൻ്റ് ആണ്. ബിക്കോസ് വന്നിട്ടുണ്ട്, ബിക്കോസ് ഇറ്റ് വാസ് ഡ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഡിപ്പെൻഡൻ്റ് ആണ്. ബിക്കോസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് ഫാൻ ബോയ്സ് ആണ്. ഷീ വെൻറ്റ് ടു ബെഡ് ഏർലി, ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ രണ്ട് ഇൻഡിപെൻഡൻറ്റും ഒരു ഡിപ്പെൻഡൻറ്റും വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, കോമ്പൗണ്ട് കോംപ്ലക്സ് ആയിരിക്കും. അടുത്തത് വെൻ ദ ബെൽ റാങ്, ഇൻഡിപെൻഡൻ്റ് ആണ്. വെൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദ സ്റ്റുഡൻറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നത് വെൻ ദ ബെൽ റാങ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ആണ്. ദ സ്റ്റുഡൻറ്റ്സ് ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. ബട്ട് എന്ന് പറയുന്നത് ഫാൻ ബോയ്സിലെ ബി ആണ്. ദ ടീച്ചർ സ്റ്റേഡ്, അപ്പോൾ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഒരു ഡിപ്പെൻഡൻറ്റ് ഫാൻ ബോയ്സിലെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഇത്ര മാത്രം നോക്കിയാൽ മതി നമുക്ക് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാണ്. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് വി സ്റ്റേഡ് ഇൻസൈഡ്. ഏത് വരും, ഓപ്ഷൻസ് 4 ഉണ്ട്. ബിക്കോസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്, ബിക്കോസ് ഉണ്ടെങ്കിൽ കോംപ്ലക്സ് ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ നമ്മൾ ഫാൻ ബോയ്സ് കൺജങ്ഷൻസ് ആരെങ്കിലും ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതെന്തായിരിക്കും, ബിക്കോസ് ഉള്ളത് കൊണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് അല്ലേ. കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ടാണ് നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ് വരാം. ഓക്കെ, രണ്ടാമത്തൊന്ന് നോക്കി നോക്കൂ. I finished my homework and I watched a movie. I finished my homework and I watched a movie. ഏത് വരും, ഇവിടെ ആൻഡ് അല്ലെ. ഫാൻ ബോയ്സ് ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, രണ്ട് സെൻറ്റൻസ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഫാൻ ബോയ്സ് ഉണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് ആയിരിക്കും. അടുത്ത സെൻറ്റൻസ് നോക്കുക, മൂന്നാമത്തെ സെൻറ്റൻസ്. ഷീ ലൈക്സ് റീഡിങ് ബുക്സ് ഇൻ ഹെർ ഫ്രീ ടൈം. ഒന്നുമില്ല അല്ലേ, കംപ്ലീറ്റ് മീനിങ് ആണ്. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്ലോസ് മാത്രമുള്ള അപ്പോൾ എന്തായിരിക്കും, സിമ്പിൾ ആയിരിക്കും. ഇത്രയും എളുപ്പമാണ്, ഇത്രയും സിമ്പിളാണ് ചെയ്യാനായിട്ട്. അടുത്ത നാലാമത്തെ ചോദ്യം. വെൻ ദ ബെൽ റാങ്, വെൻ വന്നിട്ടുണ്ട്. വെൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. വെൻ ദ ബെൽ റാങ് ദ സ്റ്റുഡൻറ്റ്സ് ലെഫ്റ്റ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, നാലാമത്തത് കോംപ്ലക്സ് ആയിരിക്കും, സി. അഞ്ചാമത്തെ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്തു പോവാം കേട്ടോ. ഹീ വാണ്ടഡ് ടു പ്ലേ ഫുട്ബോൾ ബട്ട് ഇറ്റ് വാസ് ടു ഹോട്ട് ഔട്ട്സൈഡ്. ബട്ട് കിട്ടി. ബട്ട് കീവേഡ് ആണ്. എന്താണ്, ഫാൻ ബോയ്സിലെ ബി ആണ് നമ്മുടെ ബട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് കോമ്പൗണ്ട് ആണ്.
ഇവിടെ ഹി വാണ്ടഡ് ടു പ്ലേ ഫുട്ബോൾ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇറ്റ് വാസ് ടു ഹോട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓപ്ഷൻ എന്തായിരിക്കും? കോമ്പൗണ്ട് ആയിരിക്കും. അഞ്ചാമത്തെ ആൻസർ കോമ്പൗണ്ട് ആണ്. ആറാമത്തെ ചോദ്യം, ദ ബോയ് ഹൂ വോൺ ദ പ്രൈസ് ഈസ് മൈ കസിൻ. എന്ത് വരും? ദ ബോയ് ഹൂ വന്നിട്ടുണ്ട് അല്ലേ? ഹൂ എന്താണ്? ഹൂ ഇവിടെ ഹൂ വോൺ ആരാണോ എന്ന് പറയാനായിട്ട് പറഞ്ഞിട്ടില്ല. ഹൂ വോൺ ദ പ്രൈസ് ഈസ് മൈ കസിൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? അത് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ദ ബോയ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൂ വെച്ച് വരികയാണെങ്കിൽ, അതായത് നമ്മൾ ഈ ഫാൻ ബോയ്സിലല്ലാത്ത ആളാണ് ഹൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ഹൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആറാമത്തതിൻ്റെ ആൻസർ എന്തായിരിക്കും? കോംപ്ലക്സ് ആയിരിക്കും. ഫാൻ ബോയ്സ് അല്ലാത്ത ഇങ്ങനെ കണക്ഷൻ തോന്നുന്ന കൺജങ്ഷൻസ് എന്തായിരിക്കും? ഉറപ്പായിട്ടും കോംപ്ലക്സ് ആയിരിക്കും. ഷീ പ്രിപ്പയർഡ് വെൽ ഫോർ ദ എക്സാം സോ ഷീ ഫെൽറ്റ് കോൺഫിഡൻറ്റ്. നോക്കാം, ഷീ പ്രിപ്പയർഡ് വെൽ ഫോർ ദ എക്സാം എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ഷീ ഫെൽറ്റ് കോൺഫിഡൻറ്റ്. ഈ ഒരു സോയിലാണ് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതിലൊക്കെ സോ ഷീ ഫെൽ, ബിക്കോസ് ഷീ ഫെൽറ്റ് കോൺഫിഡൻറ്റ് എന്നാണെങ്കിൽ, ബിക്കോസ് ഷീ ഫെൽറ്റ് കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്ക് ബിക്കോസ് എന്ന് പറയുന്നത് ഫാൻ ബോയ്സിൽ ഇല്ലാത്ത ആളാണ്. നമുക്ക് ഈസി ആയിട്ട് എന്ത് പറയായിരുന്നു? കോംപ്ലക്സ് ആണെന്ന് പറയായിരുന്നു. സോ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, കോമ്പൗണ്ടിലെ ഫാൻ ബോയ്സിൽ വരുന്ന ആളാണ് സോ എന്ന് പറയുന്നത്. അപ്പോൾ സോ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും കോമ്പൗണ്ട് ആയിരിക്കും. ഫാൻ ബോയ്സിലെ എസ് എന്താണ്? സോ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഫാൻ ബോയ്സ് എന്ന് പഠിക്കാനുണ്ട്. ഫാൻ ബോയ്സിലെ ഓരോ ടേമും എന്താണെന്നുള്ളത് പഠിച്ചിരിക്കണം. ഓക്കെ, ഷീ പ്രിപ്പയർഡ് വെൽ ഫോർ ദ എക്സാം, സോ എന്താണ്? ഫാൻ ബോയ് ആണ്. ഷീ ഫെൽറ്റ് കോൺഫിഡൻറ്റ്, അതും ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ബിക്കോസ് വെച്ച് കണക്ട് ചെയ്യുമ്പോഴാണ് അവിടെ എന്താണ്? അതിൻ്റെ മീനിങ് വ്യത്യാസം വരില്ല. മീനിങ് ഏകദേശം സെയിം ആയിരിക്കും, പക്ഷെ ബിക്കോസ് എന്തായിരിക്കും? അതൊരു കോംപ്ലക്സിലേക്ക് മാറും സെൻറ്റൻസ്. ഓൾദോ ഹി വാസ് സിക്ക് ഹി വെൻറ്റ് ടു സ്കൂൾ ആൻഡ് ഹി കംപ്ലീറ്റഡ് ഓൾ ഹിസ് വർക്ക്. ഓൾദോ വെച്ച് സ്റ്റാർട്ട് ചെയ്യണത് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നതാണ് ഓൾദോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസ് എന്ന് പറയുന്നത്. ഹി വെൻറ്റ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് മീനിങ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഫാൻ ബോയ് ആണ്. ഹി കംപ്ലീറ്റഡ് ഓൾ ഹിസ് വർക്ക് എന്നാണ് ഇൻഡിപെൻഡൻറ്റ്. രണ്ട് ഇൻഡിപെൻഡൻറ്റും ഒരു ഡിപ്പെൻഡൻറ്റും വരികയാണെങ്കിൽ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ആയിരിക്കും. പത്താമത്തെ ചോദ്യം നോക്കാം. വി വെൻറ്റ് ടു ദ പാർക്ക് ആഫ്റ്റർ ദ റെയിൻ സ്റ്റോപ്ഡ്. എന്താണ്? വി വെൻറ്റ് ടു ദ പാർക്ക് ആഫ്റ്റർ ദ റെയിൻ സ്റ്റോപ്ഡ്. വി വെൻറ്റ് ടു ദ പാർക്ക് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. ആഫ്റ്റർ ദ റെയിൻ സ്റ്റോപ്ഡ്, ഇത് ഇവിടെ എന്താണ്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഫാൻ ബോയ്സ് ഒന്നുമല്ല. ആഫ്റ്റർ ദ റെയിൻ സ്റ്റോപ്ഡ് ആണ്, കണ്ടിന്യൂവേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അത് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ആഫ്റ്റർ സ്റ്റാർട്ടിങ് സെൻറ്റൻസ് ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? കോംപ്ലക്സ് ആയിരിക്കും. പത്താമത്തെ ചോദ്യം, ദ സൺ സെറ്റ് ആൻഡ് ദ സ്കൈ ടേൺഡ് ഡാർക്ക്. നമ്മൾ നോക്കേണ്ടത് ഫാൻ ബോയ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കോമ്പൗണ്ട് കുത്തിക്കോളും. വലിയ സെൻറ്റൻസ് ആണെങ്കിൽ മാത്രം നോക്കുക അതോടെ കോമ്പൗണ്ട് കോംപ്ലക്സ് ഉണ്ടോ എന്നുള്ളത്. ഇഫ് യു സ്റ്റഡി റെഗുലർലി യു വിൽ അച്ചീവ് ഗുഡ് റിസൾട്ട്. ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ആ ഡിപ്പെൻഡൻറ്റ് ക്ലോസുകൾ വരുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കൺജങ്ഷൻസ് ഒക്കെ നമ്മളൊന്ന് നോക്കി വയ്ക്കണം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? കോംപ്ലക്സ് ആണ്. ഇഫ് യു സ്റ്റഡി റെഗുലർലി ഡിപ്പെൻഡൻ്റ് ആണ്. യു വിൽ അച്ചീവ് ഗുഡ് റിസൾട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. അടുത്തത്, ഷീ വാസ് ലേറ്റ് ടു ദ മീറ്റിംഗ് ബിക്കോസ് ദ ട്രാഫിക് വാസ് ഹെവി. ഷീ വാസ് ലേറ്റ് ടു ദ മീറ്റിംഗ് ഇൻഡിപെൻഡൻ്റ് ആണ്. ബിക്കോസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ബിക്കോസ് ദ ട്രാഫിക് വാസ് ഹെവി എന്ന് പറയുമ്പോൾ അത് ഡിപ്പെൻഡൻ്റ് ആണ്. കംപ്ലീറ്റ് മീനിങ് അല്ല, കണ്ടിന്യൂവേഷൻ ആണ്. ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി പറയുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? കോംപ്ലക്സ് ആയിരിക്കും. 12ാമത്തത് കോംപ്ലക്സ് ആണ്. നെക്സ്റ്റ് 13. ഹി ക്ലീൻ ദ റൂം ആൻഡ് ഹിസ് സിസ്റ്റർ അറേഞ്ച്ഡ് ദ ബുക്സ് വൈൽ ദയർ മദർ കുക്ക് ഡിന്നർ. ഹി ക്ലീൻ ദ റൂം എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് ഫാൻ ബോയ് ആണ്. ഹിസ് സിസ്റ്റർ അറേഞ്ച്ഡ് ദ ബുക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആണ്. വൈൽ ദയർ മദർ കുക്ക് ഡിന്നർ എന്ന് പറയുമ്പോൾ അത് ഡിപ്പെൻഡൻ്റ്. വൈൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസുകൾ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഡിപ്പെൻഡൻറ്റ് രണ്ട് ഇൻഡിപെൻഡൻറ്റ് വരുന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് കോംപ്ലക്സ് ആയിരിക്കും. കോമ്പൗണ്ട് കോംപ്ലക്സ് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല അല്ലേ? പെട്ടെന്ന് ഈ വലിയ സെൻറ്റൻസുകളായിരിക്കും. അതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദ ചിൽഡ്രൻ വേർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. സിമ്പിൾ സെൻറ്റൻസ് ആണ് അല്ലേ? ഒന്നും നോക്കാനില്ല, അതിലൊന്നും കണക്ഷൻ ഇല്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് സിമ്പിൾ സെൻറ്റൻസ് ആണ്. ദോ ദ ടാസ്ക് വാസ് ഡിഫിക്കൾട്ട് they worked together and they completed it on time. Though the task was difficult എന്ന് പറയുന്നത് ദോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ
ദേ വർക്ക് ടുഗദർ ഇൻഡിപെൻഡൻ്റ് ആണ്, കംപ്ലീറ്റ് മീനിങ് ആണ്. ആൻഡ് ഫാൻ ബോയ് ആണ്. ദേ കംപ്ലീറ്റഡ് ഇറ്റ് ഓൺ ടൈം എന്ന് പറയുമ്പോൾ അതും എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, സിമ്പിൾ സെൻറ്റൻസ് കണ്ടുപിടിക്കാൻ പാടില്ല. കോമ്പൗണ്ട് സെൻറ്റൻസ് ആണെങ്കിൽ ഫാൻ ബോയ്സ് മാത്രം നോക്കുക, വേറെ ഒന്നും ചിന്തിക്കരുത്. വേറെ ഇതിൻ്റെ മീനിങ്ങിലേക്കോ അതിൽ അർത്ഥതലങ്ങളിലേക്കോ ഒന്നും പോകേണ്ട കാര്യമില്ല. ഫാൻ ബോയ്സ് ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് ആൻസർ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ഫാൻ ബോയ്സ് അല്ലാണ്ട് വരുന്ന ഏത് കൺജങ്ഷൻസ് ആണെങ്കിലും അതൊരു ഫ്ലോ സൂചിപ്പിക്കുന്നതാണെങ്കിൽ, ഒരു കണ്ടിന്യൂഷൻ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അവിടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഈ ഫാൻ ബോയ്സ് അല്ലാത്ത ആൾക്കാരെ, ഫാൻ ബോയ്സ് അല്ലാത്ത കൺജങ്ഷൻ വരുന്ന സെൻറ്റൻസുകൾ കോംപ്ലക്സ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ മൂന്നും, അതായത് 2 ഇൻഡിപെൻഡൻറ്റും 1 ഡിപ്പെൻഡൻറ്റും ഉള്ള സെൻറ്റൻസുകൾ വരുമ്പോൾ അതെന്താണ്, കോമ്പൗണ്ട് കോംപ്ലക്സ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മനു വെൻ ടു മാർക്കറ്റ് ആൻഡ് ബോട്ട് ചിക്കൻ ആൻഡ് മസാല എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ചിക്കൻ ആൻഡ് മസാല എന്ന് പറയുമ്പോൾ അവിടെ ആൻഡ് വന്നെന്ന് വെച്ചിട്ട് അവിടെ ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ സാധിക്കില്ല, അതൊരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമ്പൗണ്ട് ആണെന്ന് പറയാൻ പറ്റില്ല. ആൻഡ് കണക്ട് ചെയ്യുന്നത് എന്തായിരിക്കണം, 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ ആയിരിക്കണം. 2 ഓബ്ജക്റ്റുകളെ കണക്ട് ചെയ്താലോ അല്ലെങ്കിൽ 2 അഡ്ജക്റ്റീവ്സ് അങ്ങനെ കണക്ട് ചെയ്യുന്നതിനെ ഒന്നും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഈ കോമ്പൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. 2 ക്ലോസുകളെ ആയിരിക്കണം എപ്പോഴും ആൻഡ് അല്ലെങ്കിൽ ഫാൻ ബോയ്സ് കണക്ട് ചെയ്യുന്നത്. അതും കൂടിയും ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മുടെ സെൻറ്റൻസുകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഫാൻ ബോയ്സ് മാത്രം നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു 10-20 എണ്ണം കൂടിയും ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ടോപ്പിക്സുമായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ബൈ.